ഒന്ന് ദിനവൃത്താന്തം 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ. അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലെയാസാർ, ഈഥമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലെയാസാരും ഈഥമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലെയാസാറിന്റെ പുത്രന്മാരിൽ സാദോക്ക്, ഈഥമാരിന്റെ പുത്രന്മാരിൽ അഹിമേലേക്ക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥമാരിന്റെ പുത്രന്മാരിൽ ഉള്ളതിനേക്കാൾ എലെയാസാറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലെയാസാറിന്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥമാരിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലെയാസാറിന്റെ പുത്രന്മാരിലും ഈഥമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദൈവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ലേവ്യരിൽ നെഥനിയേലിന്റെ മകനായ ശെമയ്യാശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാഥാരിന്റെ മകനായ അഹിമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്ക് മുമ്പാകെ ഒരു പിതൃഭവനം എലെയാസാരിനും മറ്റൊന്ന് ഈഥമാരിനുമായി ചീട്ട് വന്നത് എഴുതിവെച്ചു. ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും, രണ്ടാമത്തേത് യെദയാവിനും, മൂന്നാമത്തേത് ഹാരീമീനും, നാലാമത്തേത് ശെയോരീമിനും, അഞ്ചാമത്തേത് മൽക്കിയാവിനും, ആറാമത്തേത് മീയാമിനും, ഏഴാമത്തേത് ഹാക്കോസിനും, എട്ടാമത്തേത് അബിയാവിനും, ഒമ്പതാമത്തേത് യേശുവയ്ക്കും, പത്താമത്തേത് ശെഖന്യാവിനും, 11-ാമത്തേത് എല്യാശീബിനും, 12-ാമത്തേത് യാക്കീബിനും, 13-ാമത്തേത് ഹുപ്പയ്ക്കും, 14-ാമത്തേത് യേശെബയാമിനും, 15-ാമത്തേത് ബിൽഗയ്ക്കും, 16-ാമത്തേത് ഇമ്മേരിനും, 17-ാമത്തേത് ഹേസീരിനും, 18-ാമത്തേത് ഹപ്പിസേസിനും, 19-ാമത്തേത് പെതഹ്യാവിനും, 20-ാമത്തേത് യഹസ്കേലിനും, 21-ാമത്തേത് യാഖീനും, 22-ാമത്തേത് ഗാമൂലിനും, 23-ാമത്തേത് ദെലയാവിനും, 24-ാമത്തേത് മയസ്യാവിനും വന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇത് ആയിരുന്നു. ശേഷം ലേവിപുത്രന്മാരോ. അമ്രാമിന്റെ പുത്രന്മാരിൽ ശൂബായേൽ, ശൂബായേലിന്റെ പുത്രന്മാരിൽ ഹെഗ്ദയാവു, രഹബ്യാവോ, രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ ഇഷിയാവു, യഹ്സ്യാര്യരിൽ ശെലോമോത്ത്, ശെലോമോത്തിന്റെ പുത്രന്മാരിൽ യഹത്ത്, ഹെബ്രോന്റെ പുത്രന്മാർ എരിയാവു തലവൻ, അമര്യാവ് രണ്ടാമൻ, യഹസിയേൽ മൂന്നാമൻ, യെക്കെമെയാം നാലാമൻ. ഉസിയേലിന്റെ പുത്രന്മാർ മീഖ, മീഖയുടെ പുത്രന്മാർ ശാമീർ, മീഖയുടെ സഹോദരൻ ഇഷ്യാവു, ഇഷ്യാവിന്റെ പുത്രന്മാരിൽ സക്കരിയാവു. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. യേസ്യാവിന്റെ പുത്രന്മാർ ബെനോ. മെരാരിയുടെ പുത്രന്മാർ യേസ്യാവിൽ നിന്ന് ഉത്ഭവിച്ച ബെനോ, ശോഹം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ മകൻ എലെയാസാർ, അവന് പുത്രന്മാർ ഉണ്ടായില്ല. കീശോ, കീശിന്റെ പുത്രന്മാർ യെരമ്യേൽ. മൂശിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, എരിമോത്ത്. ഇവർ പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെപ്പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹിമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്ക് മുമ്പാകെ അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ താന്താന്റെ ഇളയ സഹോദരനെപ്പോലെ തന്നെ ചീട്ടിട്ടു.